വെൽക്കം ബാക്ക്. സ്പോഞ്ചി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് ഇഡ്ഡലി റൈസ് ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണിത്. 1/2 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് മട്ട റൈസ്, വേവിച്ചെടുത്ത മട്ട റൈസ്. ഇത് 3 മാത്രം മതി. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ സ്പോഞ്ചിയായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സോക്ക് ചെയ്യാനെടുത്ത വെള്ളം അതും കൂടി ഞാനിതിലേക്ക് ചേർക്കും. ഇത് മുഴുവനും വേണ്ട, കുറച്ച് ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇത് നല്ല തണുത്ത വെള്ളമായിരിക്കണം. വേണമെങ്കിൽ ഒരു ഐസ് ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആവുന്ന വരെ അരയ്ക്കണം. ഇത് ഞാൻ സോക്ക് ചെയ്യാനെടുത്ത വെള്ളത്തിൽ ഒരു ഐസ് ക്യൂബ് ചേർത്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടാണ് ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അരിയും ചോറും കൂടി മിക്സ് ചെയ്ത് അതും സോക്ക് ചെയ്യാനെടുത്ത വെള്ളത്തിൽ ഐസ് ക്യൂബ് ചേർത്ത് ആ തണുത്ത വെള്ളത്തിൽ അരച്ചെടുക്കുക. മിക്സി ചൂടാവാൻ അനുവദിക്കരുത്. ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ അരച്ചെടുക്കാം. ഇതാ ഞാൻ ഉഴുന്നൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അരി, റൈസ് ഇത് രണ്ടും കുറഞ്ഞ അളവ് വെള്ളത്തിൽ അരച്ചെടുക്കാം. ഇതാ ഞാൻ അരിയും ചോറും കൂടി ഒരു സെയിം മിക്സിയിലേക്ക് തന്നെ മാറ്റി. ഇനി ഇത് സോക്ക് ചെയ്യാനെടുത്ത വെള്ളത്തിൽ ഐസ് ക്യൂബ് ചേർത്ത് ഇതും അരച്ചെടുക്കാം. 4-5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി. പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലഫി ആവുന്നവരെ അരച്ചെടുക്കാം. അരിയും ചോറും കൂടി ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഉഴുന്നിലേക്ക് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചൂടുള്ള സമയമാണെങ്കിൽ ഒരു 7 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഫെർമെൻ്റ് ആയിട്ട് വരും. ഇത് ഞാൻ മിക്സ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഓവർനൈറ്റ് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ സെയിം അളവ് മാവ് ഉപയോഗിച്ച് അരിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി വെച്ച മാവാണിത്. ഓൾറെഡി ഞാൻ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാവാണ്. കണ്ടോ, നല്ല എയറിയാണ്, നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല മാവാണ്. ഇനി നമുക്കിത് വെച്ച് ഇഡ്ഡലി പ്രിപ്പയർ ചെയ്യാം. ഇഡ്ഡലി തട്ടിൽ ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം ഈ ഇഡ്ഡലി തട്ട് അതിൽ വെച്ച് വിസിലില്ലാതെ 7 മുതൽ 10 മിനിറ്റ് വരെ ഇത് വേവിക്കാം. മീഡിയം ഫ്ലെയിം ആയിരിക്കണം. ഇത് റെഡിയായി, ഇഡ്ഡലി റെഡിയായി. ഇനി ഇത് കുക്കറിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് ഇളക്കിയെടുക്കാം.